മുഹമ്മദ് ഗസ്നി. ലോകം കണ്ട ഏറ്റവും മികച്ച സൈന്യാധിപരിൽ ഒരാളായിരുന്നു മുഹമ്മദ് ഗസ്നി. മധ്യകാല ഇന്ത്യ ചരിത്രത്തിൽ ഒരു സിഗ്നിഫിക്കൻ്റ് റോളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. മധ്യകാല ഇന്ത്യയിലെ ശക്തനായൊരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സൈനിക നീക്കങ്ങളും ക്ഷേത്രങ്ങൾ നശിപ്പിക്കലും വളരെ പ്രസിദ്ധമാണ്. ഗസ്നി സാമ്രാജ്യത്തിലെ സുൽത്താനായിരുന്നു അദ്ദേഹം. AD 1000-നും 1025-നും ഇടയിൽ 17 തവണ അദ്ദേഹം ഇന്ത്യ ആക്രമിച്ചു. ഇന്ത്യയിലെ അളവറ്റ സമ്പത്ത് കൊള്ളയടിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഇസ്ലാം മതത്തിൻ്റെ സ്വാധീനം ഇന്ത്യയിൽ പ്രചരിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. 1024-നും 25-നും ഇടയിൽ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ആക്രമിച്ചു. അവിടുത്തെ സമ്പത്ത് കൊള്ളയടിച്ചു. ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ മധ്യകാല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരനായിരുന്നു മുഹമ്മദ് ഗസ്നി. അദ്ദേഹത്തിൻ്റെ സദസ്സിലുണ്ടായിരുന്ന പേർഷ്യൻ കവിയായിരുന്നു ഫിർദൗസി. അദ്ദേഹത്തിൻ്റെ സദസ്സിലുണ്ടായിരുന്ന മറ്റൊരു പണ്ഡിതനായിരുന്നു അൽബറൂണി. പേർഷ്യൻ ഹോമർ എന്നാണ് ഫിർദൗസി അറിയപ്പെടുന്നത്. ഷാ നാമായിരുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകം. പേർഷ്യയുടെ ചരിത്രം പറയുന്ന ഒരു പുസ്തകമായിരുന്നു ഇത്. ഈ പുസ്തകത്തിൽ നിന്ന് അക്കാലത്തെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക സ്ഥിതികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. നരവംശാസ്ത്രത്തിൻ്റെയും ഭൂഗർഭശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാന തത്വങ്ങൾ വികസിപ്പിച്ചെടുത്ത പണ്ഡിതനായിരുന്നു അൽബറൂണി. എന്നാൽ കൃത്യമായ ഒരു ഭരണ സംവിധാനം സൃഷ്ടിക്കാൻ മുഹമ്മദ് ഗസ്നി താല്പര്യം കാണിച്ചില്ല. അൽബറൂണിയുടെ കിതാബുൽ ഹിന്ദ് എന്ന പുസ്തകത്തിൽ അക്കാലത്തെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക സ്ഥിതികളെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്.